ഇവരുടെ ആദ്യത്തെ അത് സ്കൂളുകൾ അങ്ങനെ അപ്പോൾ അവരുടെ താഴെ 3000 കടന്നു പോകുന്ന കുട്ടികളോട് സംസാരിക്കാൻ അവസരം കിട്ടാറുള്ളതാണ്. അത് ദുഃഖമാണ്. ഞാൻ ഇതിന്റെ പ്രോത്സാഹനം ഇത് എന്റെ സ്കൂളിൽ നാളെ എന്റെ സ്കൂൾ അതിഭീമമായ കൂട്ടത്തെ വളയാത്ത വായനകളോട് ഇലക്ട്രിസിറ്റിയായി മാറി ആശുപത്രി ഓപ്പറേഷൻ നടത്തി നിങ്ങളുടെ മൊബൈൽ ചാർജ് തീരുമാനങ്ങൾ നടത്താനുള്ള മാറിപ്പോൾ വായിച്ച അറിവുകൊണ്ട് വളർന്ന അതിനെ ആക്റ്റീവ് വളർന്നു. അതുകൊണ്ട് ഒരേ അറിവിനെ തന്നെ വളരെ മലയാളം ഉപയോഗിക്കും. അതുകൊണ്ട് വായിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ആരും തന്നെ നന്നാകാൻ പോകുന്നില്ല. ഒരു ഉദാഹരണമാണ് ഞാനൊരു തീരെ കളിയായി പറയുന്നതല്ല. ഇപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാ ശ്രമിക്കും അവരുടെ അവിടെ പറഞ്ഞ രണ്ട് എക്സ്പ്ലനേഷൻ പറയും. എന്തെങ്കിലും തമാശ പറഞ്ഞാൽ ബോഡി ബോഡി ഷെയ്ഡിംഗ് എന്ന് പറയാം. പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നൊരു കാലമായതുകൊണ്ട് എന്റെ വാക്കുകളെ ഏറ്റവും കൂടുതൽ വായനശാലയിലുള്ള ഒരു ജില്ല. നമുക്ക് വായനശാല ജില്ല കണ്ണൂർ ജില്ല. അവിടുത്തെ ഒരു മനസ്സിലുള്ള ഏറ്റവും ചുരുങ്ങിയ 4 വർഷം വായിക്കപ്പെടുന്നതാണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ വായിക്കുന്നതെല്ലാം നല്ലതാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ വഴികാട്ടി പറഞ്ഞു തരും. നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചെറിയ ഉണ്ണിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള വീട്ടിൽ കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ 6 മാസത്തിൽ 1.5 വയസ്സിന് ഇടയ്ക്കാണ് പ്രായം. നിങ്ങൾക്ക് ഷവർമ ഇഷ്ടമാണ്, അൽഫാം ഇഷ്ടമാണ്, ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്, ഭക്ഷണമാണ്, ഒക്കെ ഇഷ്ടമാണെങ്കിൽ
അൽഫാം അല്ലെങ്കിൽ ഷവർമ്മ അരച്ചു കൊടുക്കാറില്ല. കാരണം ആ കുട്ടിക്ക് അത് ദഹിക്കില്ല എന്ന് ആ കുട്ടിയുടെ അമ്മ നല്ലപോലെ ശരിയല്ലേ? അപ്പൊ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഗോവ കുടിക്കുമ്പോഴും റാഗി കുടിക്കുന്ന പറയുന്ന റാഗി അല്ലെങ്കിൽ കണ്ണനായ ഉണക്കി കൊടുക്കുമ്പോഴും കുട്ടിയുടെ ദഹന വ്യവസ്ഥയ്ക്ക് താങ്ങാവുന്ന ഭക്ഷണമാണ്. ഈ ദഹനക്ഷയം അമിതമായോ കനമുള്ളതോ ആയ വസ്തുക്കൾ കഴിച്ച കുട്ടികൾക്ക് ദഹനക്ഷയം ഉണ്ടാകുന്നത് പോലെ തന്നെ കുട്ടിയുടെ തൊഴിൽ ദഹനക്ഷയമുണ്ട്, കുട്ടിയുടെ കാതിന് ചെവിക്ക് ദഹനക്ഷയമുണ്ട്, കുട്ടിയുടെ കണ്ണുകൾക്ക് ദഹനക്ഷയം. അതായത് ഒരു ചെറിയ കുട്ടിയെ നല്ല വെയിലത്ത് ആര് നിർത്താറില്ല. കാരണം ആ കുട്ടിയുടെ ശരീരം താങ്ങുന്ന ചൂടല്ല പ്രകൃതിയിലുള്ളത്. അതുകൊണ്ട് ഇടവയിൽ മാത്രമേ കുട്ടിയെ കൊടുക്കുക. അതായത് ആ ചൂട് കുട്ടിയുടെ സ്പർശന ഇന്ദ്രിയങ്ങൾക്ക് ദഹനക്ഷയമുണ്ടാകുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു കോഴിയെ കൊടുക്കുകയാണെങ്കിൽ കോഴിയാണോ കറി വയ്ക്കാനായില്ല കൊല്ലുകയാണെങ്കിൽ കുട്ടികളോടെല്ലാം മാറിപ്പോകാനാണ്. എന്നിട്ട് വീട്ടിലെ പച്ചക്കാരനെ കൊണ്ട് വിറക് പുറകെ ആരും കാണാത്ത രീതിയിലാണ് കോഴിയെ കൊല്ലുന്നത്. അത് കഷ്ണം നോക്കിയാൽ മണം കൊണ്ട് മാത്രമായിരിക്കും കുട്ടികളാണെങ്കിൽ. കാരണം ഒരു കോഴിയെ കൊല്ലുന്നത്, അത് കഴിയുന്നതും അതിന്റെ ചോര കൊല്ലുന്നതും അത് ശ്വാസം അതിന്റെ പ്രാണ ശരീരം കഴിയുന്നതും ഒരു കുട്ടി കാണുന്നത് അത് കണ്ട ആ കുട്ടിയുടെ കണ്ണുകൾക്ക് ദഹനക്ഷയമുണ്ടാകുന്നു. ഈ കാഴ്ച ആ കുട്ടിയെ തലച്ചോറ് നടത്തുന്ന കുട്ടിത്തറകൾ ചെറുതായിരിക്കുകയായിരുന്നു. ഭാവിയിൽ ഒരു സിനിമയിൽ എങ്ങനെ പോലെ ചോരകണ്ട ആനന്ദമുണ്ടാകുന്ന മാനസിക രോഗിയായി മാറാൻ ഇത് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ കാരണമാണ് കുട്ടികളുടെ കണ്ണിൽ ദഹനക്ഷയമുണ്ടാകുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എവിടെയെങ്കിലും വഴക്ക് നടക്കുകയാണെങ്കിൽ മാറ്റിക്കൊണ്ടുപോകും. ഇപ്പോൾ ടിവിയിലെ ഈ ഭയങ്കര സ്റ്റോറീസ് എങ്ങനെ വന്നു, എപ്പോൾ വന്നു, എങ്ങനെ വീട്ടിൽ പത്രമെടുത്ത് വായിച്ചാൽ ഒരു കുട്ടി വായിക്കാൻ കൊള്ളാത്തത് മാത്രം കുട്ടി നിറച്ച പത്രങ്ങൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം കാഴ്ചകളിൽ നിന്നും മാറിയാണ് പറ്റുമെങ്കിൽ കുട്ടികൾ പത്രം വായിക്കരുത് എന്നാണ് എനിക്ക് ഈ വായന പറയുന്നത്. കാരണം നിങ്ങൾക്ക് വായിക്കാനുള്ള കാര്യങ്ങളല്ല ഇന്ന് തന്നെ ഒരു 10 കൊല്ലമായിട്ട് വന്നത്. പിന്നെ നമ്മൾ ചെവിക്ക് ദഹനക്ഷയമാകുന്നത് അച്ഛനമ്മ രാവിലെ നിങ്ങളോട് 5 മണിക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞ് നിങ്ങൾ നമുക്ക് പൊടിപ്പൊടിച്ച് കിടക്കുമ്പോൾ അടുക്കളയിൽ പാല് തിളപ്പിക്കാൻ വെച്ച് അത് തിളച്ച് പോകുന്നതിന് മുമ്പേ പറഞ്ഞു ഒരു വീഡിയോ ഒരു ഒച്ച വീഡിയോ അത് നിങ്ങൾ ഞെട്ടിത്തെറിച്ചിട്ടാണ് ആളുകളെങ്കിൽ ആ ഉയർന്ന ശബ്ദവും നിങ്ങളുടെ ദഹനക്ഷയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നമുക്ക് കൊടുക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയം കഴിഞ്ഞാൽ നമ്മുടെ എണീറ്റ് കേൾവിക്ക് ദഹനക്ഷയമുണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ കഷ്ടപ്പെടുന്നു. കൊച്ചുകുട്ടികളായിട്ട് കാണുന്നു പോകാറില്ല. ചെറിയ കുട്ടികൾ ബസ്സിൽ കയറിയാൽ ഉടനെ തുറന്നാലാണ് അവരെ കണ്ണിന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദൃശ്യങ്ങൾ മാറി കഴിയുമ്പോൾ ഉറങ്ങുന്നതാണ് നല്ലത് എനിക്ക് മനസ്സിലാക്കുന്നത്. വെളിച്ചപ്പാട് തോന്നുന്നതിനിടയ്ക്കോ തെയ്യം തോന്നുന്നതിനിടയ്ക്കോ തീയാട്ട് നടത്തുന്നതിനിടയ്ക്കോ എല്ലാം കുട്ടികളെ കൊണ്ടുപോയാൽ കുട്ടികൾ പെട്ടെന്ന് അച്ഛനെയോ കാരണം ആ കാഴ്ചകളെ നമുക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു. ആ കുട്ടികളുടെ മനസ്സോട് മനസ്സിലാക്കാണ് അതൊക്കെ പറയുന്നത്. അതുകൊണ്ട് കണ്ണിനും തൊലിക്കും ചെവിക്കും ദഹനക്ഷയമുള്ളപ്പോൾ തന്നെയാണ് വായനയ്ക്ക് ദഹനക്ഷയമുള്ളത്. കുട്ടികൾ ഗ്രഹിക്കാത്ത പുസ്തകങ്ങൾ കുട്ടികൾ വായിക്കാൻ നിർബന്ധിക്കുന്നത് ഒരു പാരഗ്രാഫ് വായിച്ച് നിങ്ങൾ ബോറടിച്ച് അപ്പ പുസ്തകം മാറ്റി വയ്ക്കണം. ഇത് വായിച്ചാൽ എനിക്ക് പ്രശ്നമാണെന്ന് നിങ്ങൾ മനസ്സ് പറയുന്നതാണ്. കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുന്ന പുസ്തകങ്ങൾ അതാത് വായിക്കുന്ന കുട്ടികളുടെ ഏറ്റവും ലളിതമായ പുസ്തകങ്ങളായിരിക്കണം. അത് അങ്ങനെ അല്ലാതാകുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ ഞാൻ കുട്ടികളുടെ ഉപയോഗിക്കരുത് എന്ന ആ തന്ത്രവൈകി
പിന്നീട് റേഡിയോയുടെ മുന്നിൽ നിന്ന് അച്ഛൻ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏത് നേരവും ടിവിയുടെ മുന്നിലാണ് ചിന്ത. ഇപ്പോൾ എല്ലാ സമയത്തും മൊബൈലിൽ ചിന്തിക്കുകയാണ് എന്നും ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ അതിൻ്റെ സാങ്കേതികവും നന്മയും സ്വീകരിക്കുക, അതിലെ നല്ലതെല്ലാം കൊണ്ടുപോകാനാണ് പറയുന്നത്. ഇത് വായനാപൂർവമാണ്. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വായനയ്ക്ക് കൊണ്ടുവരുന്നത് ഒരുപാട് വ്യത്യാസമാണ്. അതെന്താണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൊബൈൽ ഫോൺ കാണുന്നതിൻ്റെ അപകടം അല്ലെങ്കിൽ കുറവെന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഒരു കഥാപുസ്തകത്തിൽ കഥയിൽ പറയുകയാണ്, വലിയൊരു അതിമനോഹരമായ അതിൽ നിറയെ അതിമനോഹരമായ പൂക്കളുടെ അത് താഴെ പ്രത്യേക നിറത്തിലുള്ള ഒരു മാൻ പുല്ല് തിന്നിട്ട് അതിൻ്റെ കുട്ടി സുന്ദരമായുള്ള മുഖമുള്ളതിന്റെ താഴെ. ഇതാണ് ഈ ഓഡിറ്റോറിയത്തിലെ എല്ലാ കുട്ടികളും വായിച്ച കഥായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ 1000 മരങ്ങളായിരിക്കും, 1000 തരം മാനങ്ങൾ, ചിലപ്പോൾ പച്ചമാന, ചുവന്ന മാന, മഞ്ഞമാനയൊക്കെ നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഫാന്റസി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഭാവന എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ടുള്ള ചിത്രം വരയ്ക്കാനാണ് നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരും വരച്ച മാനം വ്യത്യസ്തമായി, അതിന്റെ നിറങ്ങൾ വ്യത്യസ്തമായി, രൂപം വ്യത്യസ്തമായി. അതായത് വെറും ഒരു പാരഗ്രാഫ് 1000 ലോകത്തേക്ക് ഉയർത്തിയ ഒരു അനുഭവമുള്ള വായന നമ്മൾക്ക്. ഇതേ പാരഗ്രാഫ് തന്നെ ഒരാൾ സിനിമയാക്കി നിങ്ങൾക്ക് കാണിച്ചു തുടങ്ങുന്നത്, അതായത് ദൃശ്യമാക്കി നിങ്ങൾക്ക് തന്നത് അത് ഒരൊറ്റ മരമാണ്. അയാൾക്ക് തോന്നിയ ഒരു മരത്തിനെ, അയാൾക്ക് തോന്നിയ ഒരു മാനിനെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുമ്പോൾ അത് വെറും ഒരു ദൃശ്യത്തിലേക്ക് ചുറ്റും. 1000 ദൃശ്യങ്ങൾ വേണോ അതോ ആരോ സങ്കല്പിച്ച ഒരു ദൃശ്യം വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അതിന്റെ വായന തന്നെയാണ് എന്നും കേരളം പറയാതെ പോലെ. ഇനി വായന ഉറക്ക വായിക്കണം, ഉറക്ക വായിക്കണം. ഇവിടെ മലയാളം പഠിക്കുന്നതിന് അറിയില്ല, മലയാളം പഠിക്കുന്നത് അക്ഷരമാലയിൽ അക്ഷരശുദ്ധിയോടെ സംസ്കൃതം തൊഴിലുകളോടാണ് ചോദിക്കുന്നത്. അക്ഷരശുദ്ധിയോടുകൂടി ഞാൻ പഠിക്കുന്നത് ആണെങ്കിൽ അല്ലെങ്കിൽ അക്ഷരമാല എന്ന് പറയുന്നത് മലയാളത്തിൽ 51 അക്ഷരങ്ങളാണ്. 51 അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഓരോ ദേവതയാണ്. ഓരോ ദേവതയ്ക്കും മന്ത്രമായി ചൊല്ലുന്ന അക്ഷരങ്ങൾ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളായി എന്നൊരു ശാസ്ത്രം. എന്നുവെച്ചാൽ ഓരോ അവയവങ്ങൾക്കും ദേവത, ആ ദേവതയ്ക്ക് ഒരു മന്ത്രാക്ഷരം, ആ മന്ത്രാക്ഷരം നിങ്ങൾ നിത്യം ചൊല്ലിയാൽ, അക്ഷരശുദ്ധിയോടുകൂടി ചൊല്ലിയാൽ നിങ്ങളുടെ ശരീരത്തിൽ ഈ 51 പ്രധാന അവയവങ്ങൾക്ക് അസുഖങ്ങളുണ്ടാവില്ല എന്നൊരു ശാസ്ത്രം. ഇതാണ് ഭാഷാശാസ്ത്രം. അല്ലാതെ ഭാഷ എന്നുള്ളത് വിനിമയത്തിൽ മാത്രം സാധ്യമല്ല. നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു തരാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഭ എന്നൊരു ഭാരതപ്പുഴ, ഭാരതപ്പുഴ എന്ന് പറയാം, അല്ലാതെ ഭാരതപ്പുഴ എന്ന് പറയാം. അതിൽ ഭ എന്ന് പറയുന്ന കനപ്പിച്ച് പറയാൻ പറയുന്നു. ഇംഗ്ലീഷിൽ BA. അതൊന്ന് വയറിന്റെ ഈ ഭാഗത്ത് എല്ലാവരും വയറിന്റെ ഈ ഭാഗത്ത് അമർത്തി പിടിക്കുക. എന്നിട്ട് അമർത്തി പറയാതെ ബ എന്ന് നല്ല അമർത്തി പിടിച്ച് പറയാം. ഇനി അതേ സ്ഥലത്ത് കഴിഞ്ഞിട്ട് ഭ അവിടെ ഒരു കളറുണ്ട്. അതായത് ഭ എന്ന് ഉച്ചാരണം, ഭ എന്ന് പറഞ്ഞാൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ശരീരഭാഗം നമ്മുടെ ശരീരം. അപ്പൊ അതിന്റെ ഭ എന്ന് പറഞ്ഞാൽ എല്ലാവരും അക്ഷരശുദ്ധിയില്ലാതെ ആ അവയവം പ്രവർത്തിക്കില്ല, ആ ദേവതയ്ക്ക് മന്ത്രം ചെയ്യില്ല. നിങ്ങളുടെ ഒരു അവയവത്തെ പ്രസംഗം. അപ്പോൾ വായന എങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞു, എന്തൊക്കെ വായിക്കണമെന്ന് പറഞ്ഞു, ഇപ്പോൾ ധാരാളം ഉപയോഗിച്ചുകൊണ്ട് ഭാഷയിലെ ശാസ്ത്രവും. ഇനി നിങ്ങൾ പറഞ്ഞു സമയം കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് അനുവദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അടുത്താണ് ഇനി അടുത്ത ദിവസം. അപ്പൊ ഇനി
നിങ്ങൾക്ക് ജനങ്ങളോട് ചോദിക്കാൻ വേണ്ടി ചോദിച്ചാൽ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണം എന്നതിന് ഉദാഹരണമായിട്ട് ഇടശ്ശേരി എഴുതിയിട്ടുള്ള ഭൂതപ്പാട്ട് അതിൽ പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, അങ്ങനെ ഒപ്പിയ കാച്ചിയ മോഡലിൽ ഒപ്പി പഠിച്ചിട്ട് തമ്പിളി മാമനെ കാട്ടിയിട്ട് കാക്കയെ കുറിച്ച് പാട്ടുകൾ പറഞ്ഞിട്ട് മാമ കൊടുക്കുന്നു അങ്ങനെയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഭക്ഷണം സജീവതയോടെയാണ് നൽകി കൊടുത്തത്. കാച്ചിയ മോഡൽ വെച്ച് ഒപ്പി പഠിച്ച് പ്രകൃതിയെ കാഴ്ചകളിലേക്ക് കുട്ടിയെ ചേർത്ത് കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ആനന്ദമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ്. ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതുപോലെ രക്ഷിതാക്കൾ, അധ്യാപകർ, സമാജക്കാരും കുട്ടിക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അവർക്ക് ലഭിക്കുന്ന നല്ല പുസ്തകം. ഒരുപക്ഷെ ബാലകൾക്ക് ബാലഭൂമി കടൽക്കൊടി ഇനി അതെല്ലാം കുറച്ചുകൂടി പുസ്തകമാണെങ്കിൽ നമ്മളവരുടെ മുഖകരമാണ് റഷ്യൻ പുസ്തകമായ ചുറ്റുകയും അല്ലെങ്കിൽ ഒരു റഷ്യൻ നാടോടികൾ അങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങൾ വായന വന്നാത്തവർ അതുകൊണ്ടുള്ള സുഹൃത്തുക്കളെ സിദ്ധിപ്പെടുത്തുമ്പോൾ ചരമഞ്ചാപോയില്ല ഒരു സാഹിത്യ ഭാഗമുണ്ട്. ഈ നാരായണനാഥിന്റെ പുസ്തകങ്ങൾ അങ്ങനെ തുടങ്ങുക. ദയവ് ചെയ്ത് കുട്ടികൾക്ക് പുസ്തകം വായിച്ച് ഒരു ആസ്വാദനം എടുക്കണം. ഇതുപോലെ കഥയെഴുതണം. തുടങ്ങിയ ശിക്ഷകൾ കൊടുക്കാതിരിക്കുക. കുട്ടികൾ അവരുടെ വായനയിൽ ആനന്ദം കണ്ടെത്തട്ടെ. അങ്ങനെ ഒരു 5-6 വർഷം പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഥ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ എഴുതുക. സ്വാതന്ത്ര്യത്തോടുകൂടി മാത്രം അവരെ വായനയിലേക്ക് കൊണ്ടുപോകുക. അതല്ലെങ്കിൽ പഠനം ഒരു ഭാരമാകുന്നതുകൊണ്ട് തന്നെ വായനയോട് ധാരാളം കുട്ടികൾ എല്ലാ രീതിയിലും ആനന്ദിക്കട്ടെ. ഈ പ്രായത്തിൽ നിങ്ങളെ പ്രാപ്തപ്പെടുത്താൻ ഒരുപാട് പേർ ആഗ്രഹം നൽകുന്നുണ്ട്. വായനയുമായി ബന്ധപ്പെട്ട കാര്യമില്ല. അതൊരു പറഞ്ഞാൽ സാധിക്കും. മയക്കുമരുന്ന് അല്ലാത്ത ലഹരിയാണ്. അതിലേക്ക് പോകാൻ വേണ്ടി മാറി ഒരുപാട് പേരുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിച്ച് കേസിൽ പെട്ടപ്പോൾ തന്നെ മയക്കുമരുന്നിനെതിരെയുള്ള കാലമാണ്. അതുകൊണ്ട് മയക്കുമരുന്നിൽ നിന്ന ലഹരി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നേടാനൊക്കെ കഴിയണം. അത് എഴുത്തുകാരായിട്ടോ പാട്ടുകാരോ പാട്ടുകാരികളായിട്ടോ ശില്പങ്ങളുണ്ടാക്കിയിട്ടോ സിനിമ ഉണ്ടാക്കിയിട്ടോ സിനിമയിൽ അഭിനയിച്ചിട്ടോ നിങ്ങൾ ചെയ്യുന്ന അന്നത്തെ ജോലിയിൽ നിന്ന് ആനന്ദം കണ്ടെത്തി ലഹരികൾ മാത്രമേ നിങ്ങൾ ഈ ദിവസങ്ങൾ രക്ഷപ്പെടാറുള്ളൂ. പിന്നെ നിങ്ങളെ തമ്മിൽ തല്ലില്ലെങ്കിൽ ജാതി പറഞ്ഞു, മതം പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു, ഒരുപാട് പേരുണ്ട്. ഫെമിനിസം പറഞ്ഞപ്പോൾ വരുന്നുണ്ട്. പല രീതിയിൽ ഫെമിനിസത്തിൽ അർത്ഥത്തിലുള്ള വലിയ കാര്യങ്ങൾ. പക്ഷേ ആനയും പെണ്ണിനെയും തല്ലിക്കാൻ മാത്രമായി മാറുമ്പോൾ ഫെമിനിസം നല്ലതല്ലാതായിരുന്നു. അച്ഛനെയും അമ്മയും തല്ലിക്കാൻ മക്കളെയും അച്ഛനമ്മമാരെയും തല്ലിക്കാൻ തുടങ്ങുന്നതെല്ലാം തന്നെ വലിയ കച്ചവടങ്ങൾ, ലഹരിമരുന്നുകളുടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ്. മോനെ അത് വേണ്ട, കുട്ടി അത് വേണ്ട, അച്ഛനോ അമ്മയോ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളാകാൻ അത്രയും കച്ചവടം പറയും. അതുകൊണ്ട് ഇന്നലെ സമാനമായിട്ട് അയലോക്കക്കാരെ വ്യക്തികളെ ജാതി, മതം, രാഷ്ട്രീയം തുടങ്ങി എന്ത് പറഞ്ഞു വരുന്ന ആൾക്കാരെ പണിക്ക് പുറത്ത് നടത്താൻ ശീലിക്കണം. അതേത് പറഞ്ഞാലും ദേശീയത പറഞ്ഞാൽ അവരെ പണിക്ക് പുറത്താൻ ശ്രമിക്കണം. അതിന് ഈ നല്ല പുസ്തകങ്ങൾ, നല്ല വായന, നല്ല പുസ്തകം വായിക്കുന്നതുമായുള്ള സഹവാസം, അതുകൊണ്ടാണ് ചർച്ച, ഒരുമിച്ച് എന്നുള്ള ചർച്ച. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതാണ്, എനിക്ക് തോന്നിയത് എന്താണ്. അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ ഒരു കവിത അത് ദേവത നിങ്ങളെ പിടികൂടുന്നു. ഈ കുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ ഇവരുടെ ശരീരം എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കൊള്ളാം എന്ന് തോന്നി. ദേവത നമ്മളെ പിടികൂടുമ്പോഴാണ് നിങ്ങളൊരു കലാകാരികൾ മാറുന്നത്. കലാകാരം കൊണ്ട് നിങ്ങളോട് ഒന്നും ചെയ്യാനില്ല. അതിന് മാത്രമേ ആനന്ദത്തോടെയുള്ള സംഘടിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വായനയുടെ അക്ഷരങ്ങൾ ലോകങ്ങളെ സംബന്ധിച്ച് എല്ലാവരും നല്ല കലാകാരന്മാരുടെ Today, I stand and pledge with full faith of my ability to grow through
through reading and discussions. I pledge to promote the development of my country Bharat through judicious reading of books as well as digital reading and through right action. I shall read books and practice digital reading for knowledge as well as technological empowerment. I shall shine the light of knowledge gained to solve the problems I face as well as the challenges that affect my country. I realize that today we face multiple challenges, be it corruption, substance abuse, or environmental problems. I shall make reading a habit and be a solution to these challenges. I shall ensure best compliance to the legal framework of my country and shall strive for a secure and secular atmosphere. I shall strive to raise high the value of knowledge and the pride of my country with my thoughts, words, and deeds. ഇന്ന് കാലത്താണ് നാം ജീവിക്കുന്നത്. ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിന് ആരോഗ്യം നൽകുന്ന കാര്യമാണ് വായന. ലോകത്തെ അറിയാനും സമൂഹത്തെ മനസ്സിലാക്കാനും വായന പോലെ ഉപകാരപ്പെടുന്ന മറ്റൊന്നില്ല. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ ചെറുപ്പകാലം മുതൽ നാം കേൾക്കുന്ന വരികളാണിവ. ഇന്ന് വളർന്ന മനുഷ്യരുടെ കാലമാണ്. നിവർന്നു നിൽക്കുന്നവർ വിരളം. നിലപാടുകളില്ലാത്ത, സ്വന്തമായ അഭിപ്രായങ്ങളില്ലാത്ത മനുഷ്യൻ വർദ്ധിക്കുന്നു. ഭയമാണ് അഭിപ്രായം പ്രകടിപ്പിക്കാൻ വിലങ്ങുതടിയായി നിൽക്കുന്നത്. ഭയത്തെ അകറ്റാനുള്ള ഉപാധിയാണ് വായന. വേഗമേറിയ കാലത്താണ് നാം ജീവിക്കുന്നത്. ആ ലോകം പൂർണ്ണമായി തുറന്നിടാൻ വായന നിങ്ങളെ സഹായിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മലയാളി വിഭാഗം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു വായന മരിക്കുന്നില്ല. ഏവർക്കും സ്വാഗതം. സ്റ്റേജിൽ ഒരു വശത്ത് മുത്തശ്ശൻ പത്രം വായിച്ചിരിക്കുന്നു. പേരക്കുട്ടി ഒരു വശത്ത് മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് ചെവിയിൽ ഇയർഫോൺ വെച്ച് എന്തോ കേൾക്കുന്നു. മുത്തശ്ശൻ പത്രം വായിക്കാൻ കണ്ണു കാണാതെ ബുദ്ധിമുട്ടുന്നു. മോനെ, ഇതിലെ ചെറിയ അക്ഷരം ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്ന് വായിച്ചു തരാമോ? എന്താണെനിക്ക് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? എങ്ങനെ കേൾക്കാനാ? സദാസമയവും ചെവിയിലാക്കും താളം വെച്ചിരിക്കുകയല്ലേ? എന്താ മുത്തശ്ശ? എനിക്കിതൊന്ന് വായിച്ചു തരാമോ? കണ്ണ് കാണുന്നില്ല. മുത്തശ്ശ ഒന്നിവിടെ ഇല്ലേ? ന്യൂസാണ്, വ്യക്തമായി കേട്ടോളൂ. എന്തിനാ കഷ്ടപ്പെട്ട് വായിക്കുന്നത്? എന്തു പറ്റി മുത്തശ്ശ? മോനെ, വായിക്കുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും ഇത് ചെവിയിൽ വെച്ചാലില്ല. മുത്തശ്ശൻ പഴയ കാലത്തെ രീതിയിലുള്ള ആളായതുകൊണ്ടാ. ഇതെല്ലാം പുതിയ ടെക്നോളജിയാണ്. ഒരുപാട് സമയലാഭം നമുക്കുണ്ടാക്കാം. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യാം. മോൻ പറയുന്നത് ശരിയാണ്. എന്നാൽ വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഒരു സമയം ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ കാര്യങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. വായന നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. പുതിയ തലമുറക്കാരായ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങളെന്ന് എനിക്കറിയാം. അതൊക്കെ എന്റെ കുട്ടിക്കാലം. അക്ഷരങ്ങളുടെ മായലോകം അറിഞ്ഞത് മുതൽ പത്രം വായിക്കാത്തൊരു ദിവസം പോലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ലോകത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനങ്ങളെക്കാൾ ഉദാത്തമായ സ്ഥാപനമാണ് പുസ്തകം എന്ന അഭൂതപൂർവമായ ഉൽപ്പന്നത്തെ സംരക്ഷിച്ചു പോരുന്ന ലൈബ്രറി. വായനയുടെ വറ്റാത്ത അനുഭവങ്ങൾ സമ്മാനിച്ചത് പിന്നീട് വായനശാലകളായിരുന്നു. മനുഷ്യ നാഗരികതയെ വളർത്തിയത്
വായനശാലകളാണ്. വായിക്കുന്നവർ കാണുന്ന ലോകം അർത്ഥസൗന്ദര്യമുള്ളതാകുന്നു. സഹജീവിയോടുള്ള സ്നേഹം, ബഹുമാനം, മൂല്യങ്ങൾ എല്ലാം ഞാൻ പഠിച്ചത് വായനയിലൂടെ ഞാൻ നേടിയ അറിവിൽ നിന്ന് തന്നെയാണ്. ഇന്നെല്ലാം താറുമാറായിരിക്കുന്നു. കേൾവിയുടെ മായലോകത്തിൽ കുട്ടികൾ അകപ്പെട്ട് കഴിഞ്ഞു. അടുത്ത ദിവസം മോനെ, നിനക്ക് പരീക്ഷയ്ക്ക് പോകണ്ടേ? അച്ഛൻ മോനെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ തയ്യാറായി വരുന്നു. അമ്മ പ്രാർത്ഥിക്കാൻ പറയുന്നു. മുത്തശ്ശൻ കയറി വരുന്നു. മുത്തശ്ശൻ പരീക്ഷ നന്നായി എഴുതി വരാൻ അനുഗ്രഹിക്കുന്നു. മോനെ, ഇത് മത്സര പരീക്ഷയാണ്. സമയത്തിനകത്ത് ചെയ്തു തീർക്കണം. ചോദ്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. എനിക്ക് മുഴുവൻ ചോദ്യങ്ങൾ വായിക്കാൻ സമയം കിട്ടിയില്ല അച്ഛ. മോനെ, ഇത് മത്സര പരീക്ഷയാണ്. എപ്പോഴും ഇങ്ങനെ വേഗത്തിൽ ചോദ്യം വായിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് മനസ്സിലായ അച്ഛ. ഫോണിലൂടെ കാര്യങ്ങൾ കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. വായിക്കലും എഴുതലുമെല്ലാം സത്യത്തിൽ കുറവായിരുന്നു. കേൾവിയുടെ മായ ലോകത്തായിരുന്നു ഞാൻ. രംഗം 3. അച്ഛനും വീട്ടിലേക്ക് വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോനെ പരീക്ഷ? എനിക്ക് ചോദ്യങ്ങൾ മുഴുവൻ വായിക്കാൻ പോലും സമയം കിട്ടിയില്ല അമ്മേ. വായിച്ചു പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കേട്ടു പഠിക്കുകയായിരുന്നല്ലോ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പരീക്ഷയ്ക്ക് വേഗത്തിൽ വായിക്കാൻ കഴിഞ്ഞില്ല അമ്മേ. മോനെ, വിഷമിക്കേണ്ട. മോനിപ്പോൾ മോന്റെ തെറ്റ് മനസ്സിലായല്ലോ. ഇനി മുതൽ കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അടുത്ത പരീക്ഷയ്ക്ക് മുഴുവൻ ചോദ്യം വായിച്ച് ഒരു ഉത്തരം എഴുതാൻ കഴിയും. പ്രിയ വിദ്യാർത്ഥികൾ, ആശയപരമായ പരിണാമം വായന കൊണ്ടേ സാധിക്കും. വായന മാനസിക വികാസത്തിനുള്ള ആഹാരമാണ്. വായന ഒരു അനുഭവമാണ്, അനുഭൂതിയാണ്, അറിവിന്റെ ഉറവിടമാണ്. വിദ്യാർത്ഥിക്കുന്നവന്റെ ശക്തമായ ആയുധമാണ് വായന. അറിവിന്റെ പ്രകാശം ലോകത്തേക്കാണ് വായന നമ്മെ കൊണ്ടുപോകുന്നത്. ലോകത്തിലെ മഹാന്മാരും മിക്കവരും തന്നെ നല്ല വായനക്കാരായിരുന്നു. വായന വിദ്യാർത്ഥികളുടെ വ്യക്തിത്വത്തിൽ തന്നെ സ്വാധീനിക്കുന്നു. പാഠ്യക്രമത്തിൽ മാത്രം ഒതുങ്ങാത്ത ആഴവും പരപ്പുമേറിയ വായനാശീലമാണ് വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കേണ്ടത്. വായന നമ്മുടെ സംസ്കാരമാകണം, ശീലമാകണം. വിദ്യാർത്ഥികളുടെ ഉള്ളിൽ അറിവിന്റെ അഗ്നി ജ്വലിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം ഗുണമേന്മയുള്ളതാകുന്നത്. അതിന് വായന കൂട്ടിയേ തീരും. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന യുക്തിബോധത്തോടെ ചിന്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനാണ് വായനയെ പ്രോത്സാഹിപ്പിക്കുക. വിദ്യാർത്ഥികൾ വളരട്ടെ, നാളത്തെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിനുടമകളായ പൗരന്മാരായി. വായിച്ചു നമ്മൾ വളർന്നിടണം, വായിക്കണം നമ്മൾ, വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. അക്ഷരത്തിൻ കണം അറിവിന്റെ തീർക്കണം, അവിടുന്ന് നമ്മൾ നുകർന്നിടണം. അക്ഷരത്തിൻ കണം അറിവിന്റെ തീർക്കണം, അവിടുന്ന് നമ്മൾ നുകർന്നിടണം.
APJ Abdul Kalam is his autobiography and talks about his life and inspiring others. The book by Tweety Sutherland is a fantasy novel with 15 books and 3 arcs. The 3 arcs being the Dragon Prophecy, the Lost Continent Prophecy, and the Jade Mountain Prophecy. While 15 books may seem like a lot, it is a walk in the park because of how intriguing the first book can be. The first arc is about 5 dragons who were raised under a mountain because of the prophecy that said that they would end a war said to be lasting forever. They aren't exactly thrilled about it and they want to meet their parents. The story is inspiring and heartfelt. If you like stories with dragons, actions, or character-driven tales, you most definitely find something you like in there. It's the sort of book that you come along once in your life that can completely change it. With that, I am Harrods. Thank you for listening and have a wonderful day. മഹാകവി കാളിദാസ രചിതാത് സന്ദേശകാവ്യാത് മേഘദൂതാത് കേചന ശ്ലോകാഃ അത്ര അഹം അവതാരയാമി. കശ്ചിത് കാന്താവിരഹഗുരുണാ സ്വാധികാരാത് പ്രമത്തഃ ശാപേന അസ്തംഗമിതമഹിമാ വർഷഭോഗേന ഭർതു യക്ഷശ്ചക്രേ ജനകതനയാ സ്നാനപുണ്യോദകേഷു സ്നിഗ്ധഛായാ തരുഷു വസതി രാമഗിര്യാശ്രമേഷു തസ്മിന്നത്രൗ കദിചിദബലാ വിപ്രയുക്തഃ സകാമി नीत्वा मासा कनकवलया भ्रंशरिक्तप्रकोष्ठा आषाढस्य प्रथमदिवसे मेघमाश्लिष्टसानुं वप्रक्रीडा परिणत गजं प्रेक्षणीयं ददर्श तस्य स्थित्वा कथमपि पुरः कौतुकाधानहेतु अन्तर्बाष्पश्चिरानुचरो राजराजस्य दध्यौ मेघालोके भवति सुखिनोऽपि अन्यथा वृत्ति चेद कण्ठाश्लेष प्रणय